നമ്മൾ ഒട്ടുമിക്ക ആളുകളും റേഷൻ കടയിൽ നിന്ന് പച്ചരിയായിട്ടും കുത്തരിയായിട്ടും ചാക്കരിയായിട്ടും വാങ്ങുന്ന ആളുകളാണ്. പക്ഷേ ഈ കുത്തരിയിലും ചാക്കരിയിലും പച്ചരിയിലൊക്കെ പച്ചരി പോലത്തെ ഒരു വെളുത്ത അരി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് തലയ്ക്ക് ഓളായിട്ടാണോ ഇതിൻ്റെ അകത്ത് ഈ ചാക്കരിയുടെ അകത്തും കുത്തരിയുടെ അകത്തൊക്കെ ഈ പച്ചരി വാരിയിടുന്നതെന്ന്. പക്ഷേ സംഭവം അതല്ല. എന്താണെന്നല്ലേ, ഞാനും കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് അത് ഇതല്ല എന്നുള്ളത്. അതെന്താണെന്നല്ലേ? ഈ വീഡിയോ കണ്ടുവച്ചോ. റേഷൻ അരി വാങ്ങിച്ച് കഴുകുമ്പോൾ അതിലുള്ള വെള്ള അരികൾ, പൊങ്ങിക്കിടക്കുന്ന വെള്ള അരികൾ നിങ്ങൾ എടുത്ത് കളയാറുണ്ടോ? കളയുന്നവരുണ്ടല്ലേ? ഇനി കളയരുത്. അത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. പലർക്കും അറിയില്ലായിരുന്നു, ചിലർക്കൊക്കെ അറിയാം. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 അതുപോലുള്ള സംഭവങ്ങളാണ് ഈ സംഭവം. അതായത് ഓരോ കിലോ അരിയിലും 10 ഗ്രാം വച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. സത്യം പറഞ്ഞാൽ റേഷൻ അരി, കല്ലും മണ്ണുള്ള അരി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കും. പക്ഷേ ഇതിനകത്ത് ഫോർട്ടിഫൈഡ് റൈസ് കണൽസ് ആണ് ഇത് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പറയുന്നതല്ല, ഡോക്ടേഴ്സ്, ഡയറ്റീഷ്യൻസ് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇനിയെങ്കിലും അത് കഴുകുമ്പോൾ ആ അരി എടുത്ത് കളയരുത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടാണ് റേഷൻ അരി നമുക്ക് കിട്ടുന്നത്. ഇപ്പം മനസ്സിലായില്ലേ സംഭവം എന്താണെന്ന്?